ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് ഇന്നലെ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോർമലൈസ്ഡ് സ്കോർ പ്രസിദ്ധീകരിച്ചിരുന്നു. എല്ലാവരും നോക്കിക്കാണും. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സംഭവം വരാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എനേബിൾ ആകാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക്, അതായത് പ്ലസ് ടുവിൻ്റെ മാർക്ക് അതുപോലെ തന്നെ എൻട്രൻസിന് നിങ്ങൾ മേടിച്ച മാർക്കിൻ്റെ തുല്യ പ്രാധാന്യം നൽകിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അറിയാൻ സാധിച്ചത് എൻട്രൻസ് കമ്മീഷണർ വിവിധ ബോർഡുകളിൽ നിന്നായിട്ട് സ്റ്റുഡൻസിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തു എന്നാണ്. സോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനുള്ളിൽ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് സബ്മിഷൻ റിലേറ്റഡ് ആയിട്ടൊരു ഓപ്ഷൻ ഉടൻ തന്നെ എനേബിൾ ആവുന്നതായിരിക്കും. അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിൽ നിന്നും എൻട്രൻസ് കമ്മീഷണറിന് ലഭിച്ച ഡേറ്റ അവിടെ വിസിബിൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എത്രയാണോ ലഭിച്ചത് അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കാണാത്ത കുട്ടികൾക്ക് മാനുവലായിട്ട് എത്ര മാർക്കാണെന്ന് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി ഇത്തവണ ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 3 ദിവസത്തോളം. ഇന്ന് തന്നെ അതിനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ എനേബിൾ ആക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്ന് തൊട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് വരുത്താനുള്ള അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. 3 ദിവസമായിരിക്കും ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ. ആ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പരിശോധിച്ച് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാവരും തന്നെ മാർക്ക് കറക്റ്റാണോ നോക്കുക, കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് കൊടുക്കാതിരിക്കരുത്. പ്ലസ് ടുവിൻ്റെ മാർക്ക് ഒരിക്കലും കൺഫേം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പുറത്ത് വരില്ല. സോ പ്ലസ് ടുവിൻ്റെ മാർക്ക് കൃത്യമായിട്ട് എല്ലാവരും മെൻഷൻ ചെയ്യുക. സോ പ്ലസ് ടുവിൻ്റെ മാർക്ക് എല്ലാവരും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ബൈ.